ഹായ് ഫ്രണ്ട്സ്, റാസിഖാസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കൊണ്ടുവന്നുള്ള ഒരു കിടിലൻ ഒരു കുട്ടിയാന എന്നൊക്കെ പറയാൻ പറ്റുന്ന രൂപത്തിൽ, അതായത് ഫോർച്യൂണറിന്റെ കോമ്പറ്റീറ്റർ ആയിട്ടുള്ള ഒരു വാഹനമാണ്. അതാണ് ഫോർഡ് എൻഡെവർ. 2017 വാഹനമാണിത്. സിംഗിൾ ഓൺഷിപ്പിൽ വരുന്ന വെറും 89,000 കിലോമീറ്റർ മാത്രം ഓടിയുള്ള ഒരുപാട് ഫീച്ചറും കാര്യങ്ങളൊക്കെ പറയാണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ നമ്മുടെ റാസിഖാസ് ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടാൻ വേണ്ടി ശ്രമിക്കുക. ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത് വരുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങളുടെ മൊബൈലിലേക്ക് ഓട്ടോമാറ്റിക് എത്തുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ വരുന്ന വീഡിയോസ് കാണാൻ പറ്റും. അപ്പോൾ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ വീഡിയോ അവസാനം വരെ കാണാം. ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതുപോലെയുള്ള കിടിലൻ വാഹനങ്ങൾ നോക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഇതൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് കിടക്കാം. അപ്പോൾ ഒരുപാട് കാലത്തെ സെർച്ചിങ്ങിന് ശേഷമാണ് നമ്മുടെ അടുത്ത് ഒരു ഫോർഡ് എൻഡെവർ വരുന്നത്. അത് നമ്മൾ കുറച്ചായിട്ട് ഒരുപാട് എൻക്വയറി ഉള്ള ഒരു വാഹനമുണ്ടോ. പക്ഷേ നമുക്ക് പ്രശ്നമല്ല, ഒരുപാട് വിലയും റീസണബിൾ പ്രൈസിൽ വാഹനം കിട്ടുന്നില്ല. മാത്രമല്ല, നല്ല വാഹനങ്ങളൊക്കെ നല്ല ഓടി ഒരു 1.5-2 ലക്ഷം മേലൊക്കെ ഓടിയ വണ്ടികൾ കിട്ടുന്നതുകൊണ്ട് നമ്മൾ അതൊക്കെ സ്കിപ്പ് ചെയ്തിട്ട് നല്ലൊരു വണ്ടി വരുമ്പോൾ നിങ്ങളെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കൊണ്ടുവന്നൊരു വാഹനമാണിത്. ഇതിന്റെ ഡീറ്റെയിൽസ് പറയുമ്പോൾ സിംഗിൾ ഓൺഷിപ്പിൽ വരുന്ന വെറും 89,000 കിലോമീറ്റർ പ്രോപ്പർ കമ്പനി സർവീസ് കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വാഹനമാണ്. സർവീസ് റെക്കോർഡും കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. വരുന്നവർക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും. വെറും 89,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർഷിപ്പ് വരുന്ന വാഹനം. സെക്കൻഡ് കീ കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ അങ്ങനെ വാഹനം നോക്കി നിങ്ങൾ അതിന്റെ ലുക്ക്, ഇതിന്റെ മാസീവ് ലുക്കാണ്. ഇത് ഫോർഡ് എൻഡെവറിന്റെ ഇതിന്റെ മുന്നത്തെ മോഡൽ അത്ര എന്തില്ല, ആൾക്കാരുടെ ഫാൻ ബേസ് ഇല്ലാത്തൊരു മോഡലായിരുന്നു. പക്ഷേ ഈ ഒരു മോഡലിലേക്ക് വന്നപ്പോൾ ഇതിന്റെ റിലയബിലിറ്റിയാണ് നമ്മൾ പ്രത്യേകം എടുത്ത് പറയേണ്ടത്. അതായത് നല്ല റിലയബിൾ ആണ് വാഹനം. അതുപോലെ അത്യാവശ്യം മൈലേജ്, ഇപ്പോൾ നമുക്ക് ഒരു ഓടിച്ച് നടക്കുമ്പോൾ ഒരു 13+ മൈലേജ് കിട്ടും. ഒരു ഓട്ടോമാറ്റിക് വാഹനം അങ്ങനെ കിട്ടുക എന്ന് പറയുമ്പോൾ വലിയൊരു കാര്യം തന്നെയാണ്. ഇതിന് എഞ്ചിൻ സ്പെക്ക് എന്ന് പറയുന്നത് 2.2 ലിറ്ററിൽ 2192 cc വരുന്ന ഇൻലൈൻ 4 സിലിണ്ടർ ഒരു വാഹനമാണ്. അതാണ് ഇതിന് എഞ്ചിൻ സ്പെക്ക്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം മൈലേജ് നമുക്ക് കൈവരിക്കാൻ പറ്റും. 2.2 2x4 ആണ്. ഓട്ടോമാറ്റിക് ആണ്, 4x4 അല്ല. അങ്ങനെയുള്ള ഒരു വാഹനമാണ്. ഇതും ഒരുപാട് ആൾക്കാർ അന്വേഷിച്ച് നടക്കുന്നതാണ്. എന്താ വെച്ചാൽ മെയിൻ്റെനൻസ് കുറവാണ്. നമ്മൾ 4x4 വളരെ മെയിൻ്റെനൻസ് കുറഞ്ഞ് നമുക്ക് കൊണ്ടെടുക്കാൻ പറ്റിയിട്ടൊരു വാഹനമാണ് ഇത്. 2x4 ഓട്ടോമാറ്റിക് എന്ന് പറഞ്ഞ വാഹനം. അത് നല്ല, ഇപ്പോൾ ഫ്രണ്ടൊക്കെ നോക്കുമ്പോൾ തന്നെ അറിയാം, ഗ്രില്ല് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഫോഗ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു മാസീവ് ലുക്കാണ് ഇതിൻ്റെ. അട്രാക്ഷൻ നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും. ടയർ ഭാഗമൊക്കെ നോക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം ഒരു 60% ടയർ. നമുക്ക് ടയർ എന്ത് ചെയ്യാം, വരുന്ന കസ്റ്റമർക്ക് ഇത് നമ്മൾ മാറാതിരിക്കാൻ കാരണം, ഇപ്പോൾ വരുന്നവർക്ക് ഒരുപാട് ഓപ്ഷനുകൾ ഉണ്ടാവും. അതായത് ഇപ്പോൾ ഒരു അപ്പ് സൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഓഫ് റോഡ് ടൈപ്പ് ടയർ, ഇങ്ങനെയൊക്കെ ഒരുപാട് കൺസേൺ ഉള്ളതുകൊണ്ട് തന്നെ നമ്മളത് ഇപ്പോൾ ഉള്ളത് സ്റ്റോക്ക് കണ്ടീഷനിൽ ടയറിലുള്ളത്. നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യുക, കസ്റ്റമർക്ക് 4 ടയർ പുതിയത് എന്ത് ചെയ്യുക, ചെയ്ത് കൊടുക്കാൻ പറ്റും. അത് കസ്റ്റമറെ കൺസേൺ അനുസരിച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് അതായത് പുതിയതല്ല, യൂസ്ഡ് തന്നെ മാർക്കറ്റിൽ നല്ല ടയറുകൾ കിട്ടും. അത് നമുക്ക് ചെയ്ത് കൊടുക്കാം. പക്ഷേ കസ്റ്റമർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ വെച്ചിട്ടുള്ളൂ കേട്ടോ. അത്യാവശ്യം ഓടാനുള്ള ടയറുകളുണ്ട് ഓൾറെഡി. 2.26 ഓട്ടോ എന്നുള്ളൊരു ബാഡ്ജ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ മിറർ ഫോൾഡബിൾ ആണ്, ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്. പിന്നെ സൈഡ് പ്രൊഫൈലൊക്കെ കാണുമ്പോൾ നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റിയിലാണുള്ളത്. പിന്നെ ഇതിൻ്റെ ഫുഡ് സ്റ്റെപ്പ് പറയുന്നത് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്തായാലും വേണം. ഇത് ചവിട്ടി കയറുന്ന ഒരു ഫീല് വേറെ തന്നെയാണ് നമുക്ക്. അതുപോലെ തന്നെ വേറെ വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഫ്രണ്ട് ഗ്ലാസ് മാറിയിട്ടുണ്ട്, ബാക്കിയുള്ള എല്ലാം ഒറിജിനൽ ഗ്ലാസ്സുകളാണ്. പിന്നെ പുറത്തത്തെ നിങ്ങൾക്ക് അറിയാലോ, അവിടുത്തെ കണ്ടീഷൻ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഹരിയാന രജിസ്ട്രേഷൻ വാഹനമുണ്ട്, നമുക്ക് ഇങ്ങോട്ട് വേണമെങ്കിൽ NOC എടുത്ത് കൊടുക്കാനും പറ്റും. പിന്നെ ബാക്ക് അലൈവീലും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ തന്നെ നല്ല നീറ്റിലാണുള്ളത്. പ്രത്യേകിച്ച് സ്ക്രാച്ചസോ കാര്യങ്ങളോ ഒന്നും കാണുന്നില്ല. 18 ഇഞ്ച് സൈസ് ടയറാണ് അലൈവീലും വരുന്നത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഇത് നമുക്ക് എന്ത് ചെയ്യാം, up to 20 വരെ എന്ത് ചെയ്യാം, നമുക്ക് അപ്സൈസ് ചെയ്യാൻ പറ്റും. വേറൊരു വീതി കൂടി ടയറും കൂടി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഇവനെ പിടിച്ചാൽ കിട്ടൂല. അത്രയും ലുക്കാണ് നമുക്ക്. അതുപോലെ നമ്മൾ കൊണ്ടെടുക്കുമ്പോൾ റോഡ് പ്രസൻസ്, ഇതൊക്കെ വലിയ ഹൈലി ആണ് ഇത് തരുന്നത്. ഒരു പ്രത്യേക ഫീലാണ് നമുക്ക് തരിക. നമുക്ക് ഇന്റീരിയർ ഒക്കെ ഒന്ന് നോക്കാം. ഉള്ളിൽ കയറിയിട്ട് ഇതിൽ കയറുന്ന ഒരു സിസ്റ്റം തന്നെ നമുക്ക് ഇങ്ങനെ ചവിട്ടി കയറുമ്പോൾ ഉള്ള ഒരു ഫീലിംഗ് എന്ന് പറഞ്ഞാൽ വേറെ തന്നെയാണ്. അതുപോലെ ഈ ലാൻഡ് ക്രൂയിസർ, ലെക്സസ്, പ്രാഡോ, ഈ ഒരു ഇതിന്റെ കോമ്പറ്റീറ്റർ എനിക്ക് തോന്നുന്നത് ലാൻഡ് ക്രൂയിസറിനെ വരെ നമുക്ക് പറയാൻ പറ്റും. ലെക്സസിനൊക്കെ അത്രയും ഒരു മാസീവ് ലുക്കും, അതുപോലെ ഇന്റീരിയറിൽ കാണുന്ന ഫീച്ചറാണെങ്കിൽ ഒരുപാട്. ഇപ്പോൾ ക്രൂയിസ് കൺട്രോൾ ഉണ്ട്, സ്റ്റിയറിങ്ങിൻ്റെ ഒരു പിടുത്തം തന്നെ ചെറിയൊരു വണ്ണം കൂടിയ രൂപത്തിൽ നല്ലൊരു ഫീലിംഗ്. അതുപോലെ ഇത് ഏറ്റവും പ്രധാനം ഞാൻ ഫീൽ ചെയ്തത്, ഇത് ഓടിക്കുമ്പോൾ ചെറിയൊരു വാഹനം, ഒരു ലൈറ്റ് പറഞ്ഞാൽ ചെറിയൊരു എന്താ പറയുക, ചെറിയൊരു ഷിഫ്റ്റ് കാര്യങ്ങൾ, ഇങ്ങനത്തെ അൾട്ടോ, ഇങ്ങനത്തെ ഒരു വണ്ടി ഓടിക്കുന്നൊരു ഫീലാണ്. ഇത്രയും വലിയൊരു വണ്ടി ഓടിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് ഭയങ്കര ഒരു റഫാണെന്നുള്ളത്. പക്ഷേ ഇതിനത്ര സ്റ്റിയറിംഗ് ഒക്കെ പറഞ്ഞാൽ വളരെ സ്മൂത്താണ്. ഇതിൻ്റെ സ്റ്റിയറിംഗ് ഒക്കെ ഒരു വിരൽ കൊണ്ട് നമുക്ക് തിരിക്കാൻ പറ്റുന്ന രീതിയിൽ. നേരെ മറിച്ച് ഫോർച്യൂണറിൻ്റെ കമ്പയർ ചെയ്യുമ്പോൾ അറിയാൻ പറ്റും, അത്യാവശ്യം സ്റ്റിയറിംഗ് ഒക്കെ ഒരു ടൈറ്റുള്ള ടൈപ്പാണ് ഫോർച്യൂണർ വരുന്നത്.
അതുപോലെ തന്നെ വേറെ പ്രത്യേകത 89,000 കിലോമീറ്ററാണ് ഓടിയുള്ളത്. കമ്പനി സർവീസിലുള്ള സിംഗിൾ ഓണറാണല്ലോ. നല്ലൊരു ക്വാളിറ്റി തന്നെ പറയാൻ പറ്റും. അതുപോലെ റിവേഴ്സ് ക്യാമറ വരുന്നുണ്ട്. പിന്നെ മീറ്ററിലൊക്കെ നോക്കുമ്പോൾ അത്യാവശ്യം ഫീച്ചറും കാര്യങ്ങളും ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ മീറ്ററിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ നോർമൽ വണ്ടികൾക്ക് വരുന്ന പോലെ തന്നെ ഇൻഡിക്കേറ്റർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ മിറർ ഫോൾഡബിളിൻ്റെ ബട്ടൺ ഇവിടെ കൊടുത്തിട്ടുണ്ട്. മിറർ അഡ്ജസ്റ്റബിൾ, നമുക്കിപ്പോൾ ഇങ്ങനെ റൈറ്റ് സൈഡിൽ ഇട്ടിട്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം. മിറർ ലെഫ്റ്റ് സൈഡിൽ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ഹെഡ്ലൈറ്റിൻ്റെ വേറെ പ്രത്യേക ഡിസൈനിൽ ഇപ്പോൾ ഡിക്ക് ഓപ്പൺ ആക്കാൻ നമുക്ക് വേറെ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കീലും ചെയ്യാൻ പറ്റും. പിന്നെ ഇത് ഹെഡ്ലൈറ്റിൻ്റെ ഒരു അഡ്ജസ്റ്റബിൾ ആണ്. ഇത് നമുക്ക് ഇങ്ങനെ ഡിമ്മും ബ്രൈറ്റും അടിക്കാനും പിന്നെ ഫോഗ് ലാമ്പിൻ്റെത് പിന്നെ നമുക്ക് തിരിച്ചിട്ട് ഇത് ഓപ്പൺ ആക്കാൻ അങ്ങനെയൊക്കെ തുടങ്ങി നല്ലൊരു ടൈപ്പ് ഫീച്ചറും എന്ത് ചെയ്തിട്ടുണ്ട് കമ്പനി ഇതിൽ ഡിസൈൻ ചെയ്ത്. നമ്മൾ ഫോർഡിൻ്റെതായത് കൊണ്ട് തന്നെ പ്രത്യേക ഒരു ഡിസൈനാണ് ഇതിൻ്റെ ഡാഷ് കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് ഇവിടെ സെൻട്രൽ ലോക്കിൻ്റെ ലോക്ക് അൺലോക്ക് പ്രീമിയം കാറിലൊക്കെ വരുന്നൊരു ടൈപ്പാണ് ഇവിടെ അതും ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പിന്നെ വേറെ ഫീച്ചർ നമുക്ക് ഇതിൽ 6 എയർ ബാഗോളം കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ESP ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം, പിന്നെ ABS കാര്യങ്ങൾ, ഇങ്ങനെ ഒരുപാട് ഫീച്ചറുകൾ വേറെ ഉണ്ട്. ഇപ്പോൾ നോർമലി വരുന്നതാണ്, നമ്മൾ എടുത്തു പറയുന്നില്ല. പിന്നെ ഇവിടെ AC കൺട്രോളിങ് കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. റിവേഴ്സ് ക്യാമറ ഉണ്ട്, ഡിസ്പ്ലേ നമുക്ക് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ സെറ്റിങ്സ് ഒക്കെ ഇതിൽ ചെയ്യാൻ പറ്റും. പിന്നെ വേറെ ഫീച്ചർ പറയുന്നത് ഇലക്ട്രോണിക് സീറ്റാണ്. സീറ്റ് അഡ്ജസ്റ്റബിൾ ഇലക്ട്രിക്കലാണ്. അതുപോലെ തന്നെ നമുക്ക് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കൊക്കെ ആക്കാൻ വേണ്ടി ഫുൾ ഇലക്ട്രിക്കലാണ് കമ്പനി കൊടുത്തിട്ടുള്ളത്. എല്ലാം നല്ല പ്രോപ്പർ വർക്കിംഗ് ആണ്. മെയിനായിട്ട് ഇന്റീരിയറൊക്കെ നല്ല ക്ലീൻ നീറ്റ് ഇൻറ്റീരിയർ. സിംഗിൾ ഓണർ വണ്ടി ആകുമ്പോൾ അറിയാലോ അതിൻ്റെ ഒരു ക്ലീന് നീറ്റും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് നമുക്ക് ഇതിൽ കാണാൻ പറ്റും. പിന്നെ ഇതിൻ്റെ പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യം പിറകിലെ സീറ്റാണ്. നമ്മൾ ഒരാൾ ഇരുന്ന് കഴിഞ്ഞാൽ അത്യാവശ്യം നൈറ്റുള്ള ഒരാൾ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് സ്പേസ് പിറകിൽ വരുന്നുണ്ട്. മാത്രമല്ല ഇവിടെ AC കൺട്രോളിങ് കാര്യങ്ങൾ, വെൻറ്റുകൾ, പിന്നെ അതുപോലെ ഇവിടെ നമുക്ക് ടെമ്പറേച്ചർ കൺട്രോളും ഫാനിൻ്റെ സ്പീഡ് കൺട്രോളും ഒക്കെ ഇവിടെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ ഇവിടെ ഒരു ചാർജിങ് പോർട്ട് കൊടുത്തിട്ടുണ്ട് ബാക്കിൽ ഇരിക്കുന്നവർക്ക്. സാധാരണ ഫ്രണ്ടിലാണ് വരല്, ഇത് പ്രീമിയം കാറിലൊക്കെ വരുന്ന പോലെ ബാക്കിലും കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ നമ്മൾ മുകളിലേക്ക് നോക്കുമ്പോൾ നമുക്ക് AC എക്സ്ട്രാ വെൻറ്റ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട് മുകളിൽ. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു ലാമ്പ് കൊടുത്തിട്ടുണ്ട്. പിറകിലും ഇതിൻ്റെ അടുത്ത് നെക്സ്റ്റ് റോയിലും ഉണ്ട് നമുക്ക് AC വെൻറ്റ്. അതും അതിൻ്റെ ഒരു പ്രത്യേക ഏറ്റവും പിറകിലിരിക്കുന്നവർക്കും അത്യാവശ്യം നല്ല കൂളിംഗ് ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. നമുക്കിവിടെ റിയർ സീറ്റിലും ഡോറിലും എന്ത് ചെയ്തിട്ടുണ്ട് സ്പീക്കറും കൊടുത്തിട്ടുണ്ട്. അതുപോലെ സ്പീക്കേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ലോക്ക് അൺലോക്ക് ബട്ടണും ഇവിടെ 4 ഡോറിലും ലോക്ക് അൺലോക്ക് ബട്ടൺ ഉണ്ട്. അതും തന്നെ നല്ലൊരു ഫീച്ചറായിട്ട് നമുക്ക് തോന്നും. കാരണം നമുക്ക് ഇപ്പോൾ ഇറങ്ങാൻ വേണ്ടിയിട്ട് ഫ്രണ്ടത്തെ ഡ്രൈവറോട് പറയാൻ, അല്ലെങ്കിൽ ഫ്രണ്ട് സീറ്റിലുള്ള ആൾക്കാരോട് പറഞ്ഞിട്ട് നമുക്ക് ലോക്ക് ഓപ്പൺ ആക്കാൻ പറ്റുന്ന ഒരു ഇതെന്ന് പറയുമ്പോൾ വലിയൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കമ്പനി ലോക്ക് അൺലോക്ക് ഇവിടെ ബട്ടൺ എക്സ്ട്രാ എല്ലാ 4 ഡോറിലും കൊടുത്തിട്ടുണ്ട്. പിന്നെ പുറകുവശം പരിശോധിക്കുമ്പോൾ നമുക്ക് സ്പോയിലർ വന്നിട്ടുണ്ട്. പിന്നെ വൈപ്പർ വരുന്നുണ്ട്. ഇവിടെ ഫോർഡിൻ്റെ ലോഗോ വരുന്നുണ്ട്. പിന്നെ എൻഡേവർ എന്ന് ഇറങ്ങി ഇവിടെ ഒരു ക്രോമിയത്തിൻ്റെ വീഡിങ് വരുന്നത്. അത്യാവശ്യം നല്ലൊരു മാസീവ് ലുക്ക് നമുക്ക് പിറകിൽ നിന്ന് നോക്കുമ്പോഴും കിട്ടും. അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഡിക്ക് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട്, ബൂട്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടി റിമോട്ടിൽ തന്നെ നമുക്ക് 2 പ്രാവശ്യം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ഡിക്ക് ഓപ്പൺ ആയി വരും. ഇതിൻ്റെ ഒരു നല്ല ഫീച്ചർ തന്നെ പറയാം. മറ്റേ നമ്മൾ ഇവിടെ കൊണ്ടുപോയി നെക്കി പൊക്കി അങ്ങനെയൊക്കെ വരുമ്പോൾ തന്നെ കസ്റ്റമർക്ക് വലിയൊരു ബുദ്ധിമുട്ട്. അപ്പോൾ കയ്യിലൊക്കെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിലേ അപ്പോൾ അതും ഒരു ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യും. അതുപോലെ തന്നെ നല്ലൊരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്പേസ് ആണ്. പിന്നെ ഇത് നമുക്ക് ഫോൾഡ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ഫോൾഡ് ചെയ്തിട്ട് കിടത്തിയിട്ട് ഇടാനും പറ്റും. അത് കിടത്തി ഇട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഇനിയും സ്പേസ്. ഇനി അതും കൂടി ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ലോങ് ജേർണിക്കൊക്കെ ഫാമിലിയുമായിട്ട് പോകുമ്പോൾ ജസ്റ്റ് ഒരു ബെഡൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വളരെയധികം ഉഷാറായിട്ട് നമുക്ക് കിടന്ന് രാത്രിയിലൊക്കെ സ്റ്റേ ചെയ്യാനും പറ്റുന്ന രൂപത്തിലാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്കിത് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, നമുക്ക് ലോക്കാവുന്ന ഒരു സിസ്റ്റം ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഇതിനൊരു സ്പെഷ്യൽ ഫീച്ചർ. ഇതിന് കോമ്പറ്റീറ്റർക്ക് പോലും ഇല്ലാത്ത, അതായത് ടൊയോട്ട ഫോർച്യൂണറാണ് കോമ്പറ്റീറ്റർ, അവർക്ക് പോലും ഇല്ലാത്ത ഒരുപാട് കിടിലൻ ഫീച്ചർ. എന്നാലോ പ്രൈസിൽ ഫോർച്യൂണറിൽ താഴെ, ഡ്രൈവിംഗ് കംഫർട്ട് അതിലും മേലെ. അപ്പോൾ നമ്മൾ ഈ വണ്ടിയുടെ അത്യാവശ്യം ഫീച്ചറും കാര്യമൊക്കെ നമുക്ക് അറിയുന്നതും പിന്നെ എല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും വിറ്റ് പോയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് അറിയുന്നത് എൻ്റെക്കാൾ കൂടുതൽ അറിയുന്നവർ ഇപ്പോൾ ഇത് വണ്ടി നോക്കുന്ന ആൾക്കാരുണ്ടാവുമല്ലോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെ ഒരു കിടിലൻ വാഹനം, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ ഒരു വാഹനം നമ്മൾ തപ്പി നടക്കുന്നത് കുറേ കാലമായി. സിംഗിൾ ഓണർഷിപ്പിലുള്ള വെറും 89,000 കിലോമീറ്റർ പ്രോപ്പർ കമ്പനി സർവീസുള്ള ഫസ്റ്റ് കീ സെക്കൻഡ് കീയും എല്ലാം ഉള്ളൊരു വാഹനം. അങ്ങനത്തെ ഒരു വാഹനം കിട്ടാറുണ്ടാൽ വലിയ പ്രയാസം തന്നെയാണ്. 2x4 ആണ് വാഹനം ഓട്ടോമാറ്റിക്കലി വരുന്നത്. അത്യാവശ്യം ഒരു 13 കിലോമീറ്റർ നമുക്ക് മൈലേജും ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം ഇത്ര വലിയൊരു വണ്ടി ഇത്ര മൈലേജ് ലഭിക്കാറുണ്ടാൽ നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ അങ്ങനെയുള്ളൊരു കിടിലൻ വാഹനമാണ്. നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റിയിലുള്ള, വേറെ മേജറായിട്ടുള്ള റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത നല്ല ക്വാളിറ്റി കിടിലൻ വാഹനം. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാം, ഒരു 14,95,000 രൂപയ്ക്ക് ഓൾമോസ്റ്റ് ഫൈനൽ റേറ്റ് ആണ് നമുക്ക് കൊടുക്കാം. ഈ ഒരു പ്രൈസിന് നിങ്ങൾക്ക് എന്ത് ചെയ്യില്ല, ഡൽഹി പോയാലും കിട്ടില്ല എന്ന് ഞങ്ങൾക്ക് എന്ത് ചെയ്യുക, ഗ്യാരണ്ടി തരാം. 14,90,000 നമുക്ക് NOC കൊടുക്കാം. അതുപോലെ 20 ലക്ഷം
ഇൻഷുറൻസ് ഐഡിയയും ഈ വാഹനത്തിലുണ്ട്. അതിപ്പോ റീസെന്റ്ലി എടുത്തിട്ടുള്ളൂ. അപ്പൊ ഇപ്പൊ ലോൺ കാര്യങ്ങളൊക്കെ നോക്കുന്നവർക്ക് നോക്കാം. നമ്മൾ ഇവിടുന്ന് ലോൺ എന്തെങ്കിലും പ്രൊവൈഡ് ചെയ്യണില്ല. അപ്പൊ നിങ്ങൾ ലോണും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ നോക്കണം. അപ്പോൾ നമുക്ക് അതിന്റെ വേണ്ടിയുള്ള RC കാര്യങ്ങൾ ഇങ്ങനത്തെ ഒക്കെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഈ വാഹനം കിടക്കുന്നത് നമ്മളെ മലപ്പുറം നമ്മളെ ഇതിലാണ്, ഷോറൂമിലാണ്. തിരുവനന്തപുരത്ത് പുതിയതായിട്ട് ഇപ്പൊ നമ്മൾ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അവിടെയും ഈ വാഹനമല്ല, ഇതുപോലുള്ള മറ്റുള്ള വാഹനങ്ങളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഈ വീഡിയോ ഫുള്ളായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ചെയ്യുക. ഇതുപോലുള്ള വാഹനങ്ങൾ നോക്കുന്നവരിലേക്ക് എന്ത് ചെയ്ത് ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കും വേണം. അപ്പൊ ഇത് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് എൻക്വയറി, ഇപ്പൊ ലാസ്റ്റ് 5-6 മാസമായിട്ട് ഒരുപാട് എൻക്വയറി ഈ വാഹനത്തിന് വന്നിട്ടുണ്ട്. പക്ഷെ നല്ലൊരു വാഹനം കിട്ടാത്തതുകൊണ്ട് തന്നെ നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അത്രയും നല്ല കിടിലൻ വാഹനമാണ്. എന്ത് ചെയ്യുക, വേണ്ടവർ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളി. അപ്പൊ അടുത്തൊരു വീഡിയോയുമായി എത്രയും പെട്ടെന്ന് വരാം.